മലമുഴക്കി വേഴാമ്പലിനെ തേടിയുള്ള നെല്ലിയാമ്പതിയിലേക്കുള്ള നമ്മുടെ യാത്രയാണ് ഇന്നത്തെ ഒരു യാത്രാ വിവരണം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ. ഇടതൂർന്ന കന്യാവനങ്ങൾ, മേഘം ചുംബിച്ച കൊടുമുടികൾ, വർഷം മുഴുവൻ സന്ദർശിക്കാൻ പറ്റുന്ന ഒരിടമാണ് നെല്ലിയാമ്പതി. നമ്മൾ ആലപ്പുഴയിൽ നിന്നായിരുന്നു നമ്മുടെ യാത്ര ആരംഭിച്ചത്. നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് ആലത്തൂർ താമസിച്ചാണ് പിറ്റേ ദിവസം നെല്ലിയാമ്പതിയിലേക്ക് അതിരാവിലെ യാത്ര തിരിച്ചത്. ഈ ഒരു ചെക്ക് പോസ്റ്റ് കടന്നാണ് നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് കടക്കുന്നത്. കാട് അതൊരു അത്ഭുതമാണ്, അനുഭവമാണ്. വഴിയിലുടനീളം വാനരപ്പടയാണ് നമ്മളെ സ്വീകരിക്കുന്നത്. ശരിയാണ്, അത് അവരുടെ ലോകമാണ്. നമ്മളെല്ലാം കാഴ്ചക്കാരും. വഴിയിലുടനീളം ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളും കോടമഞ്ഞും മറ്റൊരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്നു. കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി കാട് നമ്മളെ സ്വീകരിക്കുന്നു. പോകുന്ന വഴിയിലാണ് ഈ ഒരു പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. യാത്രക്കാർക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് നമ്മൾക്ക് ഇവിടെ നിന്നും വീണ്ടും യാത്ര തിരിക്കാവുന്നതാണ്. കോടമഞ്ഞിനിടയിലൂടെ സൂര്യരശ്മികൾ കാടിനുള്ളിൽ വിസ്മയ ലോകം തീർക്കുന്നു. കാതടപ്പിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും ചീവീടുകളുടെ മൂളലുകളെല്ലാം കാടിൻ്റെ ഭയാനകത വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ കാടിനകത്തേക്ക് പ്രവേശിക്കുന്തോറും മലമുഴക്കി വേഴാമ്പലിനായുള്ള തിരച്ചിലായിരുന്നു കണ്ണുകളിൽ. ശരിക്കും നമ്മുടെ ഈ സ്കൂട്ടറിലുള്ള ഈ ഒരു യാത്ര വളരെ രസകരമാട്ടോ. കാരണം കാടിനെ മൊത്തത്തിൽ, അതായത് കാടിൻ്റെ ആ ഒരു കാനന ഭംഗിയും ആ കിളികളുടെ ആ ഒരു ശബ്ദവും ആ കോടമഞ്ഞും പോകുന്ന കാഴ്ചയിൽ ഈ കാണുന്ന ഈ വെള്ളച്ചാട്ടങ്ങളും, നമ്മൾ വേറൊരു ലോകത്താണ്. കാടിൻ്റെ ആ ഒരു നിഗൂഢതയിൽ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകളും നമ്മളെ ആരൊക്കെയോ പിന്തുടരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി ടൗണിലേക്കാണ് എത്തിച്ചേരുന്നത്. ഈ ഒരു ലാസ്റ്റ് പോയിൻ്റ് നെല്ലിയാമ്പതിയുടെ ആ ഒരു കൊച്ചു ടൗണാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് നിറച്ച് തേയിലത്തോട്ടങ്ങളും അതുപോലെ ഓറഞ്ച് തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും എല്ലാം നിറഞ്ഞതാണ്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഓരോ എസ്റ്റേറ്റുകളായി പേരെഴുതി അവർ വെച്ചിട്ടുണ്ട്. കരടി എസ്റ്റേറ്റ്, ലില്ലി എസ്റ്റേറ്റ്. ഇനി അങ്ങോട്ട് നമ്മൾക്ക് കാണാനുള്ളത് നിഗൂഢമായ കാടിൻ്റെ കാഴ്ചകളാണ്. കേരളത്തിൻ്റെ അറിയപ്പെടുന്ന ഈ മനോഹരമായ ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇപ്പോൾ ബോട്ടിങ്ങും അതുപോലെ തന്നെ ട്രെക്കിങ്ങും നമ്മൾക്ക് കാണാവുന്നതാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് തേയിലത്തോട്ടങ്ങളാണ്. ചെറിയ കൊച്ചു കടകളും റെസ്റ്റ് റൂമും അതുപോലെ തന്നെ തേയില നിറയ്ക്കുന്ന ചെറിയ ഫാക്ടറികളും. ഇങ്ങോട്ട് നമ്മൾക്ക് KSRTC ബസ്സും അവൈലബിൾ ആണ്. കാഴ്ചകളെല്ലാം തന്നെ കണ്ണിനെ കുളിരണിപ്പിക്കുന്നവയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കാട് കയറുകയാണ്. നമ്മുടെ മലമുഴക്കി വേഴാമ്പലിനായുള്ള തിരച്ചിലായിരുന്നു പിന്നീട് അങ്ങോട്ട്. കുഞ്ഞു ചെടികളും പൂക്കളും പല ആകൃതിയിലുള്ള മരങ്ങളും മുത്തച്ഛൻ മരങ്ങളും എല്ലാം തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന ഇഴഞ്ഞുപോക്കും, കാലിനടിയിലും കയ്യിലുമെല്ലാം ചെറിയ ചൊറിഞ്ഞു നീങ്ങുന്ന പ്രാണികളും നമ്മളെ ഭയപ്പെടുത്തുന്നത് പോലെ, എന്തൊക്കെയോ പുറകെ നടന്ന് ഭയപ്പെടുത്തുന്നത് പോലെ. വേഴാമ്പലിനായുള്ള കാത്തിരിപ്പിനിടയിൽ ഒരുപാട് ഫോട്ടോസ് നമ്മൾ പകർത്തി. അവിടെയുള്ള മലയണ്ണാനും കുരങ്ങുകളും സിംഹവാലൻ കുരങ്ങുകളെല്ലാം തന്നെ കാഴ്ചയൊരുക്കി കാത്തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കോട ഇറങ്ങുന്ന ഈ ഒരു കാഴ്ച, ഇറങ്ങി വരുന്ന ആ കോടമഞ്ഞിൽ സൂര്യരശ്മികൾ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അതിമനോഹരമായ കാഴ്ച, കാടൊരുക്കുന്ന ഈ വർണ്ണവിസ്മയങ്ങൾ നമ്മൾ ഓരോ ഭാഗത്ത് നിന്ന് കണ്ട് തന്നെ ആസ്വദിക്കണം. കാരണം എല്ലായ്പ്പോഴും നമ്മൾക്കിത് കിട്ടണം എന്നില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വണ്ടിയിലാകുമ്പോൾ നമ്മൾക്ക് ഓരോ ഭാഗത്തും നിർത്തി കാനന ഭംഗി വേണ്ടോളം ആസ്വദിച്ച് നമ്മൾക്ക് നടക്കാവുന്നതാണ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മലമുഴക്കി വേഴാമ്പലിനെ തേടി ഒരു 2 മണിയോളമായി. 3-4-5 മണിക്കൂർ നമ്മൾ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഫൈനലി നമ്മൾ ആളെ കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു 3 പേരാണ് ഒരുമിച്ച് വന്ന്
പഴങ്ങൾ തിന്നാനായിട്ട് ഈ ഒരു മരത്തിൽ വന്നിരുന്നത്. ശരിക്കും മല മുഴക്കുന്ന ആ ഒരു ശബ്ദത്തോടെ ആട്ടോ ഇത് പറക്കുന്നത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഈ ഒരു കാഴ്ചയാണ് ഈ മലമുഴക്കി വേഴാമ്പലിനെ, അതും അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ. അപ്പോൾ ഞങ്ങൾ കാടിറങ്ങുകയാണ്. നമ്മളെടുത്ത എല്ലാ ഫോട്ടോസും നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID-യിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കയറി കാണുക. നമ്മളത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.